ഫിഷ് ആൻഡ് മുളപ്പിലുണ്ട് കേസ്. എൻ്റെ മുനകാട്ടിയും വലിപ്പമുള്ള മീൻ നിലത്ത് തൊട്ടിട്ട് ഇതാക്കണം. അവൻ്റെ തലിൻ്റെ ഉയരം അതിനടുത്ത് കൊണ്ട് കേട്ടോ. മരങ്ങളെന്ന് പറഞ്ഞിട്ടാണ് വെണ്ണീര് കൂട്ടിയിട്ടൊക്കെ തോല് പൊക്കി എല്ലാ മനുഷ്യന്മാരും അതുപോലെ മൈദപ്പൊടി കൂട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കോപ്പ് മരുന്നാ സംഭവം കേട്ടോ. ഏത് തൊലിമുള്ളൊരു കോപ്പുണ്ടാവും, അത് ഭയങ്കര മരുന്നാന്നൊക്കെയാണ് പറയല്. പല സൂക്കുകളും നല്ലതാന്നൊക്കെ. നമ്മളിപ്പോൾ ഈ കോപ്പ് ഈ തൊലി മൊത്തത്തിൽ വെണ്ണീരൊന്നും കൂട്ടാണ്ട് നമ്മൾ തോല് വെച്ചാൽ കാണിച്ചിന് കിട്ടും. രണ്ടെങ്കിൽ ഒരു സംഗതിയും കൂട്ടുന്നില്ല. കത്തി കൊണ്ട് ചുറ്റും 2 വരട്ടിട്ട് ആ നൈസായിട്ട് അങ്ങനെ തന്നെ ഇറക്കിയിട്ട് ശീല കൊണ്ട് കണ്ടോ അവിടെ ചെറിയ ചിറകും കൂടി വിടാണ്ട് കണ്ടോ. വീട്ടിലാണെങ്കിൽ എന്ത് സുഖമായിട്ട് പോകുന്നു കേസ്. ശീല അങ്ങോട്ട് കൂട്ടിയിട്ട് വലിച്ച് കാണാൻ നോക്കിയത്. പത്തിൽപ്പൊടിയും ഒക്കെ കൂട്ടേണ്ടിന്. വെണ്ണീര് കൂട്ടും, പത്തിൽപ്പൊടി കൂട്ടും, പല മോഡലും ആൾക്കാർ ചെയ്യും. പിന്നെ അതിനൊന്നും ആവശ്യമില്ല. കണ്ട കേസ് കണ്ടോ കേസ് പോലുണ്ടോ. ഉള്ളിൽ പൊട്ടിപ്പോലും കഴിക്കൂലേ. ഉള്ളിൽ വേറിട്ടുണ്ട് കേസ്. നമ്മളിതാ കണ്ട പോലെ ഇങ്ങോട്ടടുക്കി അടുക്കട്ടെ. ഞാൻ നല്ലോണം കാണും കേസ്. ഊരിനടുത്തൊക്കെ മഞ്ഞര് തോല് തറക്കണം കേസ്. നമ്മുടെ ഫിഷ് അണ്ടിയും കൂടെ പോലെ തോല് തറക്കണം. സാറിൽ പോയിട്ടോ നമ്മൾ വെണ്ണീര് ഒന്നും ഒട്ടിയില്ല. ചൂണ്ടലിൻ്റെ കൊറ്റ തറക്കണം. ഇവിടെ ഒഴിവാക്കണേ. അത് ഒഴിവാക്കിയില്ല. ഇനി ആ കെട്ടി തൂക്കാനില്ല. കോഴിപ്പാട് തട്ടം നമ്മൾ കൊത്ത കേസ്. ചൂണ്ടൽ കോത്ത് ഇതാക്കണം. മഞ്ഞൾ തോല് മൊത്തം വെച്ച് ഇനി നമുക്ക് മുറിച്ചിടാനേ ഉള്ളൂ. കട്ടെ ഇതിൻ്റെ തൻ്റെ ഭാഗത്ത് വല്ല ഉറപ്പുണ്ടല്ലോ കേസ്. ഇവിടെ ഉറപ്പുണ്ട്. അത് പോയാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ സ്പീഡിൽ മുറിച്ചാണ് കേസ്. നല്ല അടിപൊളി ഇറച്ചിയായിട്ട് കേസ്. നാല് ദിവസം മുറിച്ച് വീഡിയോ എടുത്തിട്ടാണ്